മരണമാസ സിനിമ തിയേറ്ററിൽ വന്ന സമയത്ത് ഭയങ്കര മിക്സഡ് ഒപ്പീനിയനാണ് ഞാൻ കേട്ടത്. പക്ഷേ ബേസ് ലൈൻ ഇങ്ങനെയാണ്, ഒരു ഫൺ എൻ്റർടൈനറാണ്. ഇതിലൊരുപാട് മറ്റ് കഥാപാത്രങ്ങളിലേക്ക് സിനിമകളിലേക്കുള്ള ത്രോബാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കൂടാതെ കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള മൊമെൻറ്റ്സും ഈ സിനിമയിലുണ്ട്. സിനിമ OTTയിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇറ്റ് ഈസ് എ ഫൺ എൻ്റർടൈനർ ടു വാച്ച്. സിനിമയുടെ കഥയ്ക്ക് സ്ഥിരം കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് കഥാപാത്രങ്ങൾ, ഡിഫറെൻറ്റ് സെനാരിയോയിലുള്ള ഡിഫറെൻറ്റ് കഥാപാത്രങ്ങൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒത്തൊരുമിച്ച് വരേണ്ട ആവശ്യം വരും. അതിനുശേഷം കഥ കൂടുതൽ കുറച്ചുകൂടി എൻഗേജിങ് ആവും. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ്, നമ്മളിങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന സംഭവങ്ങൾ, അങ്ങനെയുള്ള കുറേ മൊമെന്റ്സ് ഒക്കെ കടന്ന് അവസാനം ആ ഒരു വമ്പനൊരു ക്ലൈമാക്സ് ഉണ്ടാവും. ആ ക്ലൈമാക്സ് എല്ലാം കഴിയുമ്പോഴത്തേക്കും പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യും. ഈ ഒരു പാറ്റേണിലുള്ള സിനിമ റാംജി റാവു സ്പീക്കിങ്ങിലാണെങ്കിൽ പോലും നമുക്ക് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ആ കഥാപാത്രങ്ങളെല്ലാം വളരെയധികം ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്ത് ആ ഒരു സ്റ്റോറി, മനോഹരമായിട്ടുള്ളൊരു സ്റ്റോറി എത്തി ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഭയങ്കര ത്രില്ലിംഗ് ആക്കുന്ന ഒരു മൊമെന്റിൽ എത്തിയിട്ട് അവസാനം പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ആവുന്ന രീതിയിൽ. അപ്പോൾ ഏതാണ്ട് ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു സിനിമയാണ് മരണമാസ്. സിജുവിൻ്റെ കഥ കൊള്ളാം, അതുപോലെ തന്നെയാണ് തിരക്കഥയും. നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്റ്റോറീനെ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമയുടെ ഒരു നെഗറ്റീവ് സൈഡിൽ എനിക്ക് തോന്നിയത്, സിനിമയുടെ തുടക്കത്തിൽ കുറേ കഥാപാത്രങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. പലതും പല സ്ഥലത്തു നിന്നൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്കും കഥാപാത്രങ്ങളെല്ലാം ഒന്നിച്ച് വരികയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങോട്ടാണ് ഈ കഥ പോകുന്നതെന്ന്. ശിവപ്രസാദിന്റെ ഡെബ്യൂ ഡയറക്ഷനാണ്. അപ്പോൾ അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിലെ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ആക്ടേഴ്സിന്റെ പെർഫോമൻസും ആണ്. ഇതിലെ ഓരോ കഥാപാത്രത്തിനും അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇതെല്ലാം വളരെ മനോഹരമായിട്ട് സിനിമ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, വളരെ കുറച്ച് മൊമെന്റ്സ് മാത്രമേ ഒരു കഥാപാത്രത്തിനെ സ്ക്രീനിൽ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ആ കഥാപാത്രത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള ടൈമും വളരെ കുറവാണ്. കുറച്ച് ടൈം ഫ്രെയിമിൽ ആ ഒരു കഥാപാത്രത്തെ കൃത്യമായിട്ട് അവർക്ക് നമ്മുടെ മുന്നിൽ കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. ആ കഥാപാത്രം എന്താണ്, അയാളുടെ ബാക്ക് സ്റ്റോറി എന്താണ്, അല്ലെങ്കിൽ അയാൾ ചിന്തിക്കുന്നതും പെരുമാറുന്നതും എങ്ങനെയാണ്, അങ്ങനെയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ട്. ഓരോ കഥാപാത്രത്തെയും നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് എടുത്തു പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് സുരേഷ് കൃഷ്ണ ചെയ്തിട്ടുള്ള കഥാപാത്രം, അപ്പോൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകൾ, അദ്ദേഹത്തിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണ്, അല്ലെങ്കിൽ അയാളുടെ ചിന്തിക്കുന്ന രീതി എങ്ങനെയാണ്, അയാളുടെ പെരുമാറ്റങ്ങൾ, അയാൾക്ക് പറ്റുന്ന അമളികൾ, അങ്ങനെ ഓരോ സംഭവങ്ങളും കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ കഥാപാത്രത്തിനുള്ള സമയവും വളരെ കുറവാണ് തന്നെ. എനിക്ക് തോന്നുന്നു ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സിന് പുതുതായിട്ട് സിനിമ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നവർക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് എങ്ങനെ ഒരു കഥാപാത്രത്തെ മാക്സിമം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് എടുത്തു കാണിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുക എന്ന് പറയുന്നത് ആക്ടേഴ്സിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ആൻഡ് ഇതിൽ എല്ലാവരെയും എനിക്ക് എടുത്തു പറയണം, പ്രധാനപ്പെട്ട എല്ലാ കഥാപാത്രങ്ങളെയും അഭിനയിച്ചവർ മനോഹരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. രാജേഷ് മാധവൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. അദ്ദേഹത്തിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കിതിൽ കാണാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹം ഭയങ്കര കോമഡി ആയിട്ടുള്ള ടൈമുണ്ട്, അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി മാസ്സായിട്ട്, ഇനി അതും അല്ലെങ്കിൽ കുറച്ച് സൈക്കോ ലെവൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അദ്ദേഹം മനോഹരമായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിൽ അടിപൊളിയായിരുന്നു. ബേസിൽ നല്ല രസമായിട്ട് അദ്ദേഹത്തിൻ്റെ കോമഡി ശരിക്കും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മുമ്പൊക്കെ ബേസിലിൻ്റെ കോമഡി സീൻസ് കാണുമ്പോൾ ഞാൻ ചിരിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ ചിരിക്കുക എൻജോയ് ചെയ്യുകയും ചെയ്തത് ഈ സിനിമയിലാണെന്ന് തോന്നുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സുരേഷ് കൃഷ്ണയുടെ കഥാപാത്രവും അടിപൊളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം കോമഡി ഒക്കെ കൈകാര്യമാണല്ലോ, പക്ഷേ അതേ സമയം തന്നെ ഭയങ്കര കണ്ടെയ്ൻഡ് ആണ്. വേണമെങ്കിൽ കുറച്ചുകൂടി പെർഫോം ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഓവറായി പോയേനെ. പക്ഷേ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു അളവിൽ ഡെലിവർ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനീഷ്മ ചെയ്തിട്ടുള്ള കഥാപാത്രമാണെങ്കിലും ജെൻസി കിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി നന്നായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. പ്ലസ് ബേസിലുമായിട്ടുള്ള കോമ്പോയും കൂടി വരുമ്പോൾ അത് നല്ല രസമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിക്കാനും അതുപോലെ തന്നെ നല്ല രസമായിട്ട് കണ്ടിരിക്കാനുള്ള ആ ഒരു മൊമെൻറ്റ് സിനിമയിലുണ്ട്. പുളിയനും പൗലോസും പുള്ളിയാണ് അടിപൊളിയായിട്ട് എനിക്ക് ശരിക്കും എടുത്തു പറയാൻ തോന്നുന്നത്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥാപാത്രം സിനിമയിൽ കുറേയൊക്കെ വെറുക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിനെ അങ്ങനെ വെറുപ്പിക്കണമെങ്കിൽ പുള്ളി അതുപോലെ ചെയ്തിട്ടുണ്ടാവണം. അത് പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് മരിച്ചഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആൻഡ് ഇതിൽ അദ്ദേഹം അത് ശരിക്കും ഡെലിവർ ചെയ്തിട്ടുണ്ട്. അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. പിന്നെ ഇതിൽ നമ്മുടെ പക്രു എന്ന് പറയുന്ന പട്ടി അടിപൊളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെല്ലാവരും, ഇതുകൂടാതെ അതിൽ ബാക്കിയുള്ളവരും വന്നിട്ടുള്ളവരും ഒക്കെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമഡിയൊക്കെ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അത് മികച്ച രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിഷ്വൽസും സൗണ്ടും ഈ സിനിമയ്ക്ക് അവർ നൽകിയിട്ടുണ്ട്. എസ്പെഷ്യലി മാസ് കൊടുക്കുന്ന സമയത്ത്, കോമഡി ആക്കുന്ന സമയത്തൊക്കെ അവർ സൗണ്ടിലൊക്കെ നല്ലോണം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മ്യൂസിക് ആണെങ്കിൽ നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. പ്ലസ് ഇതിൻ്റെ വിഷ്വൽസും പിന്നെ എഡിറ്റിങ്ങും. അങ്ങനെ ഓവറോൾ പറയുകയാണെങ്കിൽ ടെക്നിക്കൽ സൈഡിലാണെങ്കിലും എനിക്ക് മരണമാസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ചില സമയങ്ങളിൽ
സമയങ്ങളിൽ സിനിമ കുറച്ച് ബാക്കോട്ട് പോകുന്ന പോലെ തോന്നിയെങ്കിലും അത് പെട്ടെന്ന് തന്നെ തിരിച്ച് ആ ഒരു പഴയ ട്രാക്കിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ബോറിംഗ് ഒന്നും ഇല്ലാതെ സിനിമ കണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഡാർക്ക് ഹ്യൂമർ കാറ്റഗറിയിലാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ഡാർക്ക് ഹ്യൂമർ സംഭവങ്ങളൊക്കെ സിനിമയിലുണ്ട്. ബട്ട് അതിൽ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് ചെറിയൊരു കണ്ടപ്പോൾ ഒരു മടി തോന്നിയൊരു കാര്യമാണ്. ബട്ട് അതർ ദാൻ ദാറ്റ് ഞാൻ ഈ പറഞ്ഞതുപോലെ സിനിമയുടെ തുടക്കത്തിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സിനിമ അത് പിക്കപ്പ് ചെയ്ത് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഓവറോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഒരു തവണ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നോ ബ്രെയിനർ മൂവിയാണ് മരണമാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും എന്ന് ഞാൻ പറയുന്നില്ല. ഇതിന് തീർച്ചയായിട്ടും ഒരു മിക്സഡ് ഒപ്പീനിയൻ കിട്ടാനുള്ളൊരു സിനിമയാണ്. ചിലപ്പോൾ ഫാമിലി ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം സിനിമ അത്രയും വലിയൊരു മികച്ച സിനിമയായിട്ട് ഫീൽ ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഒരു മികച്ച സ്റ്റോറിയും ഭയങ്കര സംഭവങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ സിനിമ അത്രയധികം അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യണമെന്നില്ല. ഇതൊരു നോ ബ്രെയിനറാണ്. ജസ്റ്റ് നമുക്ക് കണ്ട് ചിരിക്കാനൊക്കെ പറ്റുന്ന ഒരു സിനിമ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.